ഇവിടെ നമ്മളെല്ലാം മനുഷ്യരായിട്ട് ജനിച്ചതാണ്. അപ്പം മനുഷ്യർക്ക് പരിഗണന കിട്ടുക എന്നുള്ളതാണല്ലോ പണ്ട് തൊട്ടേ. ഇപ്പൊ നമ്മളൊരു കലാകാരൻ എന്ന നിലയിൽ ഈ ഇന്ന വിഭാഗക്കാരുടെ മുമ്പിൽ മാത്രമേ ഞാൻ മിമിക്രി അവതരിപ്പിക്കൂ, അല്ലെങ്കിൽ ഇന്ന ആളുടെ സിനിമയിൽ അഭിനയം, അങ്ങനെയൊന്നുമില്ല. ഒരു കലാകാരൻ എന്നെ എല്ലാവരും ഒരുപോലെ വേണം. ഇത് കണ്ടില്ലേ, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ജീവൻ പോകാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ആ മനുഷ്യന് പോയി എന്നുള്ളതേ ഉള്ളൂ ഈ ഭൂമിയിലെ ജീവിതം, അല്ലാതെ വേറെ ആർക്കും ഒരു നഷ്ടമില്ല. ഞാനും അതുപോലെ തന്നെ ഒരു വിഭാഗം പ്രത്യേക ആൾക്കാർ അവരുടെ സ്ഥാപിത താല്പര്യത്തിന്റെ പേരിൽ ഞാൻ മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നതാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തന്നെയാണ് തിരിച്ചു വന്നത്. പക്ഷെ ഞാൻ ജനിച്ചാൽ എന്നായാലും ഒരിക്കൽ മരിക്കും, അത് അവൻ തീരുമാനിച്ചതാ എന്നുള്ള ഒറ്റ പവറിന്റെ പുറത്താണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അത് എന്നെ ആരെയും ഭയപ്പെടുത്താനും എന്നെ വെല്ലുവിളിക്കാനൊന്നും ആരും വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിലെ വിശ്വസിക്കും, എന്റെ വിധി. അതുകൊണ്ട് എല്ലാരും അങ്ങനല്ല. കാര്യം ഒരു ചെറിയ സംഭവം അവൻ ചെയ്തിട്ടില്ല, നമുക്കറിയില്ലേ, വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ അറിഞ്ഞോ, സ്കൂളിൽ നിന്ന് വരുമ്പോ ഒരു വഴക്കുണ്ടാക്കിയിട്ട് വരുമ്പോ എന്താ നമ്മുടെ പേടി? പണ്ടത്തെ കാലത്ത് എന്താ വീട്ടിലറിഞ്ഞു കാണുമോ, അമ്മ അറിഞ്ഞു, അച്ഛൻ അല്ലേ? അതല്ലാതെ അമ്മ അറിഞ്ഞ എന്തേലും ആട്ടെ എന്ന് കരുതുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. ആ അമ്മ അറിഞ്ഞു കാണുമോ, അതിന് ഞാൻ എന്ത് ചെയ്യുന്നു വന്ന് ഉരുകി ആ വീട്ടിലെത്തുന്നതിന് മുമ്പ് മരിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ അതിനൊന്നും ഒരു വിലയില്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ